ജീപ്പുകൾ ബാരിക്കേഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടത് സംഘർഷഭരിതമാവുകയാണ് പ്രതിഷേധം. കൊടികെട്ടിയ വടികൾ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിലേക്കാണ് മാർച്ച്. അതിനകത്തേക്ക് കല്ലും മറ്റുമൊക്കെ എറിയുന്നത് ശരിയല്ലാത്ത കാര്യമാണ്. പ്രതിഷേധം സ്വാഭാവികമാണ്. പക്ഷേ എവിടേക്ക് പ്രതിഷേധം നടത്തുന്നു, അവിടെ ആരാണുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും രോഷം എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ആശുപത്രിക്ക് അല്ലെങ്കിൽ ആശുപത്രി സംവിധാനങ്ങൾക്കകത്തേക്ക് മറ്റു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുന്നതും ശരിയല്ല. ആശുപത്രി പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന നിലയിൽ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് കരുതുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. നേരത്തെ ചാണ്ടിയുമ്മൻ വീട്ടിലെത്തി. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ 5 ലക്ഷം രൂപയുടെ ധനസഹായം ബിന്ദുവിന്റെ കുടുംബത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ അലയടിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവരാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. രഘുനാഥ് നാരായണനുണ്ട്. രഘു, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുലും അഭിനും അടക്കമുള്ള ആളുകൾ തന്നെ നേതൃത്വം നൽകുന്ന പ്രതിഷേധമാണ്. പ്രവർത്തകരുണ്ട്. ചിലർ കൊടികൾ കെട്ടിയ വടി എറിയുന്നതും കണ്ടിരുന്നു. സംഘർഷഭരിതമാകുമോ? അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ബാരിക്കേഡ്, പ്രധാന കവാടത്തിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന കൊടിയും അവിടെ സമീപത്തുണ്ടായിരുന്ന വലിയ വീപ്പ, പ്ലാസ്റ്റിക്കിന്റെ വീപ്പയും കല്ലുമടക്കം പോലീസ് വാഹനത്തിന് നേരെ എറിഞ്ഞു. തുടർന്ന് പോലീസ് ഒരു 2 മിനിറ്റോളം ജലപീരങ്കി പ്രയോഗിച്ചു. ആ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടക്കുന്നത്. അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. SUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ആ ജലപീരങ്കിയിൽ നിന്ന് വെള്ളം നനഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ സമരത്തിന്റെ മുൻവശത്ത് തന്നെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകളുണ്ട്. ചില പ്രവർത്തകർ പുറകിൽ നിന്ന് കല്ലെറിയുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് അത് എറിയാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് സമരം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായ, അല്പസമയം മുമ്പ് സംഘർഷമുണ്ടായത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ ദുരന്തം നടന്ന ഇടത്തേക്ക് മാർച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ സംഘർഷമുണ്ടാകും. നമുക്ക് ഒരു ആംബുലൻസ്, ഈ ഒരു 2 കവാടമാണുള്ളത്. ഒരു കവാടം, അവിടെ ഒരു കവാടത്തിന്റെ പണികൾ നടക്കുകയാണ്. ഒരു കവാടം സാധാരണ നിലയിൽ തന്നെ അടഞ്ഞു കിടക്കുന്നതാണ്. അപ്പുറത്തെ കവാടത്തിലൂടെ ആംബുലൻസ് അടക്കം കയറി പോകുന്നുണ്ട്. അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് സമരത്തിന് മുമ്പ് തന്നെ നേതാക്കന്മാർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വാഹനമൊക്കെ കടന്നു പോകുന്നുണ്ട്. സംഘർഷത്തിനുള്ള സാധ്യത ഇനിയുമുണ്ട്. കാരണം 1ാം റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ച ശേഷം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. വളരെ തീവ്രമായ പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് കേരളത്തിൽ ഉടനീളം കാണുന്നത്. അതിൽ കോട്ടയത്ത് പ്രതിഷേധം കൂടുതൽ വൈകാരികമാണ്. കാരണം അവിടെയാണ് ഈ അപകടം സംഭവിച്ചത്, ബിന്ദുവിൻ്റെ മരണം സംഭവിച്ചത്. പോലീസിന് പ്രതിരോധിക്കാതെ മറ്റു നിർവാഹവുമില്ല. പക്ഷേ പ്രതിഷേധം ആളുന്നു, കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു, ദീപങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു. എന്തായാലും ആംബുലൻസിനൊക്കെ കടന്നു പോകാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് എന്നത് ആശ്വാസമാണ്. ആശുപത്രിയിൽ എത്തുന്ന മറ്റുള്ളവർക്ക്, രോഗികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ പ്രതിഷേധം പോകാതിരിക്കട്ടെ. കോൺഗ്രസിന്റെ വലിയൊരു നിര പ്രവർത്തകരുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അല്പം അക്രമാസക്തമായിട്ടുണ്ട്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അപ്പുറത്ത് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് കൂടി കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ ലാത്തിച്ചാർജ് തന്നെ ഉണ്ടാവാം.